ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നാണെങ്കിൽ കുറച്ച് കൊഞ്ച് കിട്ടി. അതായത് ബേബി പ്രോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഇന്ന് തോരൻ വെക്കണ പരിപാടിയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ മണൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ എന്തോന്ന് ചെയ്യണമെന്നറിയാമോ? ഇതിനെ ഒരു 4-5 തവണ കഴുകണം. അപ്പം ഞാൻ ഇതിനെ കഴുകി ഒന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ട് വരാമേ. ഇതിനെ കുറേ പ്രാവശ്യം കഴുകണമെന്ന് പറയണതിൻ്റെ കാര്യം കണ്ട, അടിയിൽ കണ്ട മണൽ അടിഞ്ഞുകൂടിയിരിക്കണം. ഇപ്പം ഞാൻ ഒരു തവണ കഴുകിയപ്പോഴേ ഇങ്ങനെ. അപ്പോൾ ഇതിനെ 2-3 പ്രാവശ്യം കൂടെ കഴുകുമ്പോഴത്തേക്കും മണൽ ഫുള്ളായിട്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ മണ്ണൊക്കെ കടിക്കും. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പം വരാം. 2-3 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് വാരി സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ വയ്ക്കാം. ബേബി പ്രോൺസ് എല്ലാവരത്തെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് കൂനിപ്പൊടിയിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ തോരനല്ലേ വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കുഞ്ഞ് ജാർ എടുക്കണം. അതിലേക്ക് ജീരകം ഇടണം, ആവശ്യത്തിന് ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, പിന്നെ തേങ്ങ, ചിരകിയ തേങ്ങ, പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ആവശ്യത്തിന് ഒരു കുഞ്ഞ് സ്പൂണിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, ഒരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് ഒരടി അടിച്ചെടുക്കണം. നമ്മൾ തോരനായതുകൊണ്ട് നല്ല വൃത്തി അടിക്കണം. ഒരടി അടിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഇത് ഒരടി അടിച്ചെടുത്തിട്ട് വരാമേ. കണ്ട, ഞാൻ ഒരു അടി പെട്ടെന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം അകത്തുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. കണ്ട, നല്ല തോരൻ പരുവത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കൂനിപ്പൊടിക്ക് ഇടാനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിന് ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അടുപ്പിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണയൊക്കെ വീത്തി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക്, കറിവേപ്പില ഒക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. എന്തായാലും കാണിച്ചു തരാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച കൂനിപ്പൊടിയില്ലേ, അത് തട്ടി കൊടുക്കണം. തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിന് 5 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അരപ്പിട്ടാൽ മതി. അപ്പോൾ ഇതെന്തായാലും 5 മിനിറ്റ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മളെ കൂലിപ്പൊടി ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പിടാം.
അരപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഈ ജാറിൽ കുറച്ച് അരപ്പിരിക്കണം, അത് നമുക്ക് കഴുകി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതിൽ ചിലപ്പോൾ കുറച്ചും കൂടെ മുളക് പൊടിയും ഉപ്പൊക്കെ ആഡ് ചെയ്യേണ്ടി വരും, കാരണം ഇത് കുറച്ചും കൂടെ വറ്റണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് തോരനാണ്, കൂനിപ്പൊടി തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ കൊഞ്ചിൻ്റെയൊക്കെ സീസണല്ല, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം. ഇതെന്തായാലും കുറച്ച് വേവട്ടെ, എന്നിട്ട് കാണാം. അപ്പം നമ്മളുടെ കൊഞ്ച് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.